ഇന്ന് ഓണസദ്യയിലേക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെല്ലിക്ക വെച്ചിട്ടുള്ള പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനായിട്ട് 6 നെല്ലിക്ക കട്ട് ചെയ്തിട്ട് ചട്ടിയിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണും പകുതിയായിട്ട് മുളക് പൊടിയും 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് 1/2 കപ്പ് ചെരുവിയ തേങ്ങ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു പച്ചമുളക്, 2-3 ഇല കറിവേപ്പില, ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് വെന്തിട്ടുള്ള നെല്ലിക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പുളിശ്ശേരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് അതുകൂടി കറിയിലേക്ക് തിരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് പുളിക്ക് ആവശ്യത്തിനായിട്ടുള്ള തൈര് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. പുളി നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. തൈര് ചേർത്താൽ പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, 2 നുള്ളു ഉലുവാപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഒന്ന് താളിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കാം. ഒരു 15 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അടിപൊളിയാണ്.